الحمد لله الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ به من شرور أنفسنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا بين يدي الساعة من يطع الله ورسوله فقد رشد ومن يعصهما فإنه لا يضر إلا نفسه ولا يضر الله شيئا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم اعلموا أنما الحياة الدنيا لعب ولهو وزينة وتفاخر بينكم وتكاثر في الأموال والأولاد كمثل غيث أعجب الكفار نباته ثم يهيج فتراه مصفرا ثم يكون حطاما وفي الآخرة عذاب شديد ومغفرة من الله ورضوان وما الحياة الدنيا إلا متاع الغرور صدق الله أيها الناس اتقوا الله അള്ളാഹുവിൻ്റെ വിധികളെയും വിലക്കുകളെയും വളരെ സൂക്ഷ്മതയോടുകൂടി തികഞ്ഞ ജാഗ്രതയോടുകൂടി ജീവിതത്തിൽ പുലർത്താനും പാലിക്കാനും പരിശ്രമിക്കണമെന്ന് ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും നേരായ വഴിയിൽ നയിക്കുകയും ഇരു ലോകങ്ങളിലും വിജയം പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ. ഇവിടെ ടി.എസ്. എലിയട്ടിന്റെ ഹോളോ മാൻ എന്നൊരു കവിത അനുസ്മരിക്കുകയാണ്. ടി.എസ്. എലിയട്ട് പൊതുവെ വളരെ പെസിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് എന്ന് തോന്നാറുണ്ട്. പക്ഷെ അദ്ദേഹം പലപ്പോഴും ആധുനിക നാഗരികതയുടെ തകർച്ചയെ സംബന്ധിച്ചാണ് എഴുതാറുള്ളത്. നമ്മളിവിടെ പറഞ്ഞു വരുന്ന വിഷയം പ്രവാചകന്മാരുടെ പ്രബോധനവുമായി ബന്ധപ്പെട്ടാണ്. എന്തുകൊണ്ട് പ്രവാചകന്മാർ, അവരുടെ ദൗത്യം എന്ത് എന്നതിനേക്കാൾ പ്രധാനമാണ് അത് എന്തിന് എന്നത്. സ്വാഭാവികമായും ഇക്കാലത്ത് പ്രവാചകന്മാരുടെ സാന്നിധ്യം നമ്മൾ എങ്ങനെയാണ് അറിയുക, അല്ലെങ്കിൽ അവർ ഇക്കാലത്ത് എവിധമായിരിക്കും പ്രവർത്തിക്കുക, എന്തിനായിരിക്കും ഊന്നൽ നൽകുക തുടങ്ങിയ വിഷയങ്ങളിലുള്ള അന്വേഷണം വളരെ പ്രസക്തമാണ്. കാരണം ഇക്കാലത്ത് പ്രവാചകന്മാരുടെ പ്രബോധന ചരിത്രം വിശുദ്ധ ഖുർആൻ പറയുന്നത് മുൻനിർത്തിക്കൊണ്ട് ഇത്തരത്തിൽ ആലോചിക്കാനും നിഗമനത്തിലെത്താനും മാത്രമേ നമുക്ക് നിർവാഹമുള്ളൂ. എന്തായിരുന്നാലും ഇവിടെ സൂചിപ്പിച്ച കവിത ഹോളോ മാൻ, ഹോളോ എന്ന് പറഞ്ഞാൽ ഈ ശൂന്യമായ എന്നാണല്ലോ അതിന്റെ അർത്ഥം. വി ആർ ദ ഹോളോ മെൻ. ആ കവിത തുടങ്ങുന്നത് എങ്ങനെയാണ്? വി ആർ ദ ഹോളോ മെൻ. നമ്മളൊക്കെ പൊള്ളയായ, ഉള്ളുപൊള്ളയായ മനുഷ്യരാണ്. ഉള്ളുപൊള്ളയായ മനുഷ്യർ. വി ആർ ദ സ്റ്റഫ്ഡ് മെൻ. സ്റ്റഫ് ചെയ്യാന്ന് പറഞ്ഞാൽ ഉള്ളിൽ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ നിറച്ചിട്ട് സ്റ്റഫ് ചെയ്ത് വെക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അപ്പൊ എന്തൊക്കെയോ വാരി ഉള്ളിൽ നിറച്ചിട്ടുള്ള സ്റ്റഫ് ചെയ്തിട്ടുള്ള മനുഷ്യന്മാരാണ്. അങ്ങനെ ആയിരിക്കണം അതിന്റെ അർത്ഥം. ലീനിങ് ടുഗദർ, നമ്മൾ ഒരുമിച്ച് അങ്ങനെ ചാരി ഇരിക്കുകയാണ്.
ഹെഡ് പീസ് ഫിൽഡ് വിത്ത് സ്ട്രോ. അലാസ്, എന്തൊരു കഷ്ടമാണ്. നമ്മുടെ തലക്കകത്ത് വൈക്കോല് നിറക്കപ്പെട്ടിരിക്കുന്നു. വീണ്ടും അദ്ദേഹം പറയുന്നു, അവർ ഡ്രൈഡ് വോയിസസ് വെൻ വി വിസ്പർ ടുഗദർ. നമ്മൾ പരസ്പരം മന്ത്രിക്കുന്ന സമയത്ത് നമ്മുടെ വരണ്ട ശബ്ദങ്ങൾ ആർ ക്വയറ്റ് ആൻഡ് മീനിങ്ലെസ്. അത് വളരെ നിശബ്ദമായിരിക്കുന്നു, അല്ലെങ്കിൽ അർത്ഥരഹിതമായിരിക്കുന്നു. ആസ് വിൻഡ് ഇൻ ഡ്രൈ ഗ്രാസ്, ഉണങ്ങിയ പുല്ലിൽ തട്ടി സഞ്ചരിക്കുന്ന കാറ്റ് പോലെ. ഓർ റാറ്റ്സ് ഫീറ്റ് ഓവർ ബ്രോക്കൺ ഗ്ലാസ്, തകർന്ന കുപ്പിച്ചില്ലുകൾക്ക് മുകളിലൂടെ ഓടുന്ന എലികളുടെ പാദപതന ശബ്ദം പോലെ. ഇൻ അവർ ഡ്രൈ സെല്ലാർ, നമ്മുടെ വരണ്ട നിലവറയിൽ. ഈ കവിത എന്തിനാണ് ഉദ്ധരിച്ചതെന്ന് പിന്നീട് പറയാം. എന്തായിരുന്നാലും നമ്മൾ കഴിഞ്ഞ ഖുതുബ ആരംഭിച്ചത് ഫൈന തദ്ഹബൂൻ എന്ന ചോദ്യം ഉദ്ധരിച്ചുകൊണ്ടാണ്. സോഴ്സിലേക്ക് മടങ്ങിപ്പോകാനുള്ള അഭിനിവേശത്തെ കുറിക്കുന്ന റൂമിയുടെ നെ എന്ന പേർഷ്യൻ സംഗീതോപകരണത്തെ മെറ്റഫറാക്കിക്കൊണ്ട് അദ്ദേഹം എഴുതിയിട്ടുള്ള കാര്യം പറഞ്ഞു. അതുപോലെ ലിയോ ടോൾസ്റ്റോയ് മുന്നോട്ട് വെച്ച മൗലികമായൊരു ചോദ്യം, വൈ ഡു ഐ ലിവ്? ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്? വൈ ഡു ഐ ഡു എനിത്തിങ്? ഞാൻ എന്തെങ്കിലും പ്രവർത്തിക്കുന്നത് എന്തിനാണ്? തുടർന്ന് നമ്മൾ വിക്ടോർ ഫ്രാങ്കിളിന്റെ ചില നിഗമനങ്ങൾ, മാൻസ് സെർച്ച് ഫോർ മീനിങ്, അർത്ഥത്തിന് വേണ്ടിയുള്ള മനുഷ്യന്റെ അന്വേഷണം, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിന്റെ സൈക്കോ തെറാപ്പിയെ സംബന്ധിച്ചടക്കം പറഞ്ഞുകൊണ്ട് മനുഷ്യനൊരു വൈ ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം. വൈ ഉണ്ടെങ്കിൽ എന്തിനേയും അതിജീവിക്കാനും സഹിക്കാനും മനുഷ്യന് സാധിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായിരുന്നാലും ഇത് സൂചിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ഖുതുബ വിശദീകരിച്ചത്. അതിൽ തന്നെ ആധുനിക കാലത്ത് ആധുനിക മനുഷ്യന്റെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു. ആ പ്രശ്നങ്ങൾ അത് വലിയ പ്രതിസന്ധികളാണ്. മീനിങ്ങും എക്സിസ്റ്റൻസും ഐഡന്റിറ്റിയുമായി ബന്ധപ്പെട്ട, അർത്ഥവും അസ്തിത്വവും സ്വത്വവുമായി ബന്ധപ്പെട്ട ക്രൈസിസുകൾ അല്ലെങ്കിൽ പ്രതിസന്ധികൾ. ഇതിനെ ഓരോന്നായിട്ട് വിശകലനം ചെയ്യുമ്പോൾ ചില വിഷയങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതിലൊന്ന്, ഇന്നത്തെ ലോകത്തെ മനുഷ്യൻ അനുഭവിക്കുന്ന ആത്മീയമായ ശൂന്യത എന്ന് പറയാം, സ്പിരിച്വൽ വാക്യൂം. അത് മനുഷ്യന്റെ ആത്മീയമായൊരു പ്രതിസന്ധി കൂടിയാണ്. അതോടൊപ്പം തന്നെ അത് വാക്യൂം ഓഫ് ട്രാൻസെൻഡൻസ്. മനുഷ്യനെപ്പോഴും ഒരു അതിവർത്തിത കൊതിക്കുന്നുണ്ട്. ഈ പരിമിതികളൊക്കെ അതിജയിച്ച് വളരാൻ വേണ്ടി കൊതിക്കുന്ന ഒരു അസ്തിത്വമാണ്, അല്ലെങ്കിൽ ഒരു സ്വത്വമാണ് മനുഷ്യൻ എന്ന് കാണാം. അപ്പോൾ അതിൽ അനുഭവപ്പെടുന്ന ഒരു ശൂന്യതയുണ്ട്, ഒരു വിടവുണ്ട്. അപ്പൊ ഇതാണ് മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്ന് കാണാം. അതുമായി ബന്ധപ്പെട്ടാണ് എലിയട്ടിന്റെ കവിത ഇവിടെ ഉദ്ധരിച്ചത്. ഉള്ളിൽ ഒന്നുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്, ഹോളോമാൻ. അത് ആധുനിക നാഗരികതയും അതുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാടുകളും ജീവിതശീലങ്ങളുമൊക്കെ മനുഷ്യനെ അങ്ങനെ ആക്കി തീർത്ത. വേസ്റ്റ് ലാൻഡ് എന്ന കവിത അവസാനിക്കുന്നത് ലണ്ടൻ ബ്രിഡ്ജസ് ഫാളിംഗ് ഡൗൺ, ദമ്യത ദത്ത ദയധ്വം ഓം ശാന്തി ശാന്തി എന്ന് പറഞ്ഞുകൊണ്ട്. അതിലെ അവസാനത്തെ വരി ഉപനിഷത്തിൽ നിന്നുള്ളതാണ്. ബൃഹദാരണ്യകോപനിഷത്തിൽ മൊത്തത്തിൽ മനുഷ്യൻ അനുഭവിക്കുന്ന പ്രതിസന്ധികൾക്കുള്ള പരിഹാരം പറയുന്നത് 3 ദായാണ്. ദമ്യത എന്ന് പറഞ്ഞാൽ ദമം എന്ന് പറഞ്ഞാൽ ആത്മനിയന്ത്രണം എന്നാണ് അതിനർത്ഥം, സ്വയം നിയന്ത്രിക്കുക. രണ്ടാമത്തെ ദത്ത, ദത്ത എന്ന് പറഞ്ഞാൽ ദാനം, കൊടുക്കാൻ തയ്യാറാവുക. എന്തും നമുക്കുള്ളതൊക്കെ ആളുകളുമായിട്ട് ഷെയർ ചെയ്യാൻ തയ്യാറാവുക, ആവശ്യത്തിനനുസരിച്ച് കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇതാണ് ദാനം. മൂന്നാമത്തത് ദയ. അതാണല്ലോ ബേസ്. ദയ എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ ദയ എന്ന് പറയുന്നത് മലയാളത്തിലും ദയ തന്നെയാണ്. അത് കൈൻഡ്നെസ്. ഇറ്റ്സ് എ ബ്ലണ്ടറിങ് വേൾഡ്, യെറ്റ് എ ലിറ്റിൽ കൈൻഡ്നെസ് ക്യാൻ മേക്ക് ഇറ്റ് ബ്യൂട്ടിഫുൾ എന്ന് ഒരു കഥാപാത്രം പറയുന്നുണ്ട്. അബദ്ധങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, നിരന്തരം അബദ്ധങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകമാണിത്. അതേസമയം അതിനെ മനോഹരമാക്കാൻ, അതങ്ങനെ ആ അബദ്ധങ്ങൾ ലോകത്തെ വളരെ വരണ്ട ഒരു അനുഭവമാക്കി മാറ്റുന്നുണ്ട്, വളരെ യാന്ത്രികമായ ഒരു അനുഭവമാക്കി മാറ്റുന്നുണ്ട്.
പക്ഷെ അതിനെ വളരെ മനോഹരമാക്കാൻ, ജീവത്താക്കി മാറ്റാൻ സാധിക്കും. ഒരു തുള്ളി ദയ, എ ലിറ്റിൽ കൈൻഡ്നസ്, ചെറുതായിട്ടുള്ള ഒരു ദയവ്, ഒരലിവ്, ഒരൻപ്, അത് നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം മനോഹരമാകും. നിങ്ങൾക്ക് ചുറ്റിലുമുള്ളവരുടെ ജീവിതവും മനോഹരമാകുമെന്നുള്ളതാണ്. മനുഷ്യൻ അനുഭവിക്കുന്ന പ്രതിസന്ധി മുമ്പ് ഇവിടെ വിശദീകരിച്ച മുഹമ്മദ് അസദിന്റെ ഒരു അനുഭവം ഉണ്ടല്ലോ. അദ്ദേഹത്തിന്റെ റോട്ടുമക്കയിലെ ദജ്ജാൽ എന്ന് പറയുന്ന ഭാഗത്ത് ഏതാണ്ട് അവസാനത്തിലാണത്. അദ്ദേഹവും ഭാര്യയും, അദ്ദേഹം ലിയോപോൾഡ് വെയ്സ് ആയിരിക്കുന്ന സമയത്ത്, അദ്ദേഹം ഒരു സത്യാന്വേഷിയായി നടക്കുന്ന, ഖുർആനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത്, അദ്ദേഹം ഒരു ട്രെയിനിൽ അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ചുറ്റിലും കണ്ട ആളുകളുടെ മുഖത്ത് പടച്ചതമ്പുരാൻ അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്താണെന്ന് തോന്നുന്നു. നമുക്കതങ്ങനെ മനസ്സിലാവില്ല പെട്ടെന്ന്. അപ്പൊ ആളുകൾ പുറമേക്ക് വളരെ സന്തുഷ്ടരായിരിക്കുന്നു, എന്നാൽ അകമേ അവർ ശൂന്യത അനുഭവിക്കുന്നവരാണ്. അവർ സന്തുഷ്ടരല്ല. യഥാർത്ഥത്തിൽ ഇതെല്ലാം പുറമേയുള്ള പ്രകടനം മാത്രമാണ് എന്നുള്ളൊരു തോന്നൽ അദ്ദേഹത്തിനുണ്ടായി. അദ്ദേഹം അത് ഭാര്യയുമായി പങ്കുവച്ചു. ഭാര്യയും അത് സമ്മതിച്ചു. തിരിച്ച് മുറിയിലെത്തി അവിടെ മേശപ്പുറത്തുണ്ടായിരുന്ന ഖുർആൻ വെറുതെ ഒന്ന് തുറന്നു നോക്കിയപ്പോൾ അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ, മനുഷ്യന്റെ ദുരയുണ്ടല്ലോ, ആർത്തി, നമ്മുടെ വിഷയമാണ്. അത് മനുഷ്യൻ അങ്ങേയറ്റം അശ്രദ്ധനാക്കിയിട്ടുണ്ട്, ശൂന്യനാക്കിയിട്ടുണ്ട്. അത് എത്രത്തോളം തുടരും, ഖബറിലെത്തുവോളം ഒരു മനസ്സിലാവില്ല എന്താ സംഭവിച്ചത്. എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുകയല്ലാതെ എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാവില്ല. അവിടെയാണ് ഈ ലോഗോതെറാപ്പി, സെർച്ച് ഫോർ മീനിങ് പോലുള്ള സംഗതികളുടെ ഒക്കെ പ്രസക്തി എന്നും കാണും. വിക്ടോർ ഫ്രാങ്ക്ലൊക്കെ പറയുന്നതും അത് തന്നെയാണ്. അർത്ഥാന്വേഷണം, അന്വേഷിച്ച് കണ്ടെത്തണം കാര്യങ്ങൾ. അപ്പൊ എന്താണ് എന്ന് മനസ്സിലാവുന്നില്ല, പലരും അസ്വസ്ഥത അനുഭവിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലും കൂടിയാണ് ഒരുപക്ഷെ എലിയട്ട് ആ ഒരു ആധുനിക നാഗരികത മനുഷ്യന്റെ ഉള്ളിൽ സൃഷ്ടിച്ചിട്ടുള്ള ഒരു ശൂന്യതയുണ്ടല്ലോ, ആ ഒരു പൊള്ള്, ആ ഒരു പശ്ചാത്തലത്തിലും കൂടിയാണ് ഈ കവിത എഴുതുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. വി ആർ ദ ഹോളോ മെൻ. നമ്മളെല്ലാവരും ശൂന്യരായ, പൊള്ളയായ, പൊള്ളയായ, ഉള്ളിൽ ഒന്നുമില്ലാത്ത മനുഷ്യരാണ്. ഉള്ളിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞുകൂടാ. വി ആർ ദ സ്റ്റഫ്ഡ് മെൻ. അതിൽ എന്തൊക്കെയോ കുത്തി നിറച്ചിട്ടുണ്ട്. ലീനിങ് ടുഗദർ, അങ്ങനെ ചാരി ഇരിക്കുകയാണ്, അല്ലെങ്കിൽ ചാരി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഹെഡ് പീസ് ഫിൽഡ് വിത്ത് സ്ട്രോ, തലയുണ്ടല്ലോ വൈക്കോല് കൊണ്ട് നിറച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ വൈദാ റഅയ്തഹും തുഅ്ജിബുക അജ്സാമുഹും, അങ്ങനെയാണ്. മുഹമ്മദ് അസദ് പറയുന്ന അനുഭവത്തിൽ പുറമേക്ക് കാണുന്നവർ വളരെ സുന്ദരരാണ്, ശക്തരാണ്, ചിരിക്കുന്നവരാണ്, സന്തോഷിക്കുന്നവരാണ്. അങ്ങനെ പുറമേ കാണുമ്പോൾ നിങ്ങളവരെ നോക്കുമ്പോൾ വൈദാ റഅയ്തഹും, നിഫാക്കിന്റെ അടയാളങ്ങൾ മനുഷ്യരിൽ വരുമ്പോൾ സംഭവിക്കുന്നതിനെ കുറിച്ചാണ് ഖുർആൻ പറയുന്നത്. വൈദാ റഅയ്തഹും തുഅ്ജിബുക അജ്സാമുഹും, അവരുടെ ആ ശരീരവും അവരുടെ ബാഹ്യമായ പ്രകൃതവും ഒക്കെ നിങ്ങളെ അങ്ങോട്ട് അമ്പരപ്പിക്കും, അത്ഭുതപ്പെടുത്തും. വയ്യഖൂലു തസ്മഉ ലിഖൗലിഹിം, അവരെന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ കേട്ടങ്ങിരുന്നു, മനോഹരമായിട്ട് അവർ സംസാരിക്കും. കഅന്നഹും ഖുശുബും മുസന്നദ, പക്ഷെ ചാരി വെച്ച മരത്തടികൾ പോലെയാണ്. പ്രയോജനമൊന്നുമില്ല, ചാരി വെച്ച മരത്തടികൾ പോലെ. അതുപോലെയാണ് പറയുന്നത്, ലീനിങ് ടുഗദർ, ഇങ്ങനെ ചാരി വെച്ചിട്ടുണ്ട്, അങ്ങനെ ചാരി ഇരിക്കുകയാണ്, വേറൊന്നുമില്ല. അപ്പൊ ഒരു വൈക്കോല് നിറച്ചിട്ടുള്ള ഒരു മനുഷ്യൻ, സ്ട്രോമാൻ എന്നൊക്കെ പറയാറുണ്ടല്ലോ, അങ്ങനെ ഒരു സാധനം ഇങ്ങനെ ചാരി ഇരിക്കുന്നത് പോലെ നമ്മളൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. കഅന്നഹും ഖുശുബും മുസന്നദ. നമ്മൾ മുനാഫിക്കുകളാണെന്നുള്ള അർത്ഥത്തിലല്ല, ഖുർആനിൽ നിന്ന് ആ ഒരു മെറ്റഫോർ മാത്രം നമ്മൾ ഇങ്ങോട്ട് എടുത്തതാണ്. ആണോ അല്ലോ എന്നൊക്കെ ഉള്ള അവരവരുടെ തീരുമാനിച്ചാൽ മതി എന്തായാലും. എന്തായാലും എലിയട്ട് ആ കവിത തുടരുകയാണ്. അവർ ഡ്രൈഡ് വോയിസസ്, നമ്മുടെ വരണ്ട ശബ്ദങ്ങൾ, വെൻ യു വിസ്പർ ടുഗദർ, അതെങ്ങനെ ഒരുമിച്ച് നമ്മൾ പരസ്പരം മന്ത്രിക്കുന്ന സമയത്ത്, ആർ ക്വയറ്റ് ആൻഡ് മീനിങ്ലെസ്, അത് വളരെ നിശബ്ദമാണ്, അതോടൊപ്പം തന്നെ അർത്ഥരഹിതമാണ്. അത് ഉണങ്ങിയ പുല്ലിലെ കാറ്റ് പോലെയാണ്, ഉണങ്ങിയ പുല്ലിലെ കാറ്റ് പോലെ. ആസ് വിൻഡ് ഇൻ ഡ്രൈ ഗ്രാസ്, വീണ്ടും പറയുന്നു റാറ്റ്സ് ഫീറ്റ് ഓവർ ബ്രോക്കൺ ഗ്ലാസ്, അത് തകർന്ന ഗ്ലാസിന്റെ മുകളിലൂടെയുള്ള എലികളുടെ കാൽപതന ശബ്ദം പോലെ, പാദപതന ശബ്ദം പോലെ. എന്നിട്ട് അത് ഏതിലൂടെയാണ് പോകുന്നത്? ഇൻ അവർ ഡ്രൈ സെല്ലാർ. ഈ ശബ്ദത്തിന് വലിയ പ്രത്യേകത ഉണ്ട്. കാരണം ഈ വരണ്ട പൊള്ളയായിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ഥലം തട്ടി നോക്കിക്കഴിഞ്ഞാൽ ഒരു മുഴക്കം വരും. നിറഞ്ഞിരിക്കുന്ന സാധനം മുട്ടി നോക്കിയാൽ മുഴക്കം വരില്ല. അതേസമയം പൊള്ളയാണെങ്കിൽ തട്ടി നോക്കിയാൽ ഇങ്ങനെ ഒരു മുഴക്കം വരും. അതുപോലെയാണ് ഈ ഗ്ലാസിന്റെ മുകളിലൂടെ എലികൾ പോകുന്ന ശബ്ദം പോലെയാണ്. വേറെയുമുണ്ട്, അത് വരണ്ട നിലവറയാണ്. ഡ്രൈ സെല്ലാർ എന്നാണ് പറയുന്നത്, വരണ്ട നിലവറ. അതാണ് ആധുനിക മനുഷ്യന്റെ അവസ്ഥ. പൊള്ളയായ, ആത്മാവ് ശൂന്യമായ, മനസ്സിൽ ഒന്നുമില്ലാത്ത,
പ്രത്യേകിച്ച് ലക്ഷ്യബോധമില്ലാത്ത ഒരു മനുഷ്യനാണ് സൂചിപ്പിക്കുന്നതെന്ന് കാണാൻ സാധിക്കും. അതേസമയം എലികളാണ് ഓടുന്നത്. എലികൾ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ജീർണതയുടെയും മാലിന്യത്തിന്റെയും രോഗങ്ങളുടെയും ഒക്കെ അടയാളമാണ്. അങ്ങനെയാണല്ലോ എലികൾ നമ്മൾ പരിഗണിക്കുക. അപ്പൊ അതിന് കാണുന്ന ഒരു ആത്മീയ ശൂന്യത, ഈ സ്പിരിച്വൽ വാക്യൂം എന്ന് പറഞ്ഞൊരു സംഭവം. അതോടൊപ്പം തന്നെ അതിലെ ധാർമ്മിക ജീർണത, അതിനുള്ള ധാർമ്മിക ജീർണത, ഇതിന്റെ ഒരു അടയാളമാണ് തകർന്ന ഗ്ലാസ് എന്ന് പറഞ്ഞാൽ തകർന്ന ലോകമാണ്, ശിഥിലമായ ലോകം. ആ ലോകത്തിന്റെ ശൈഥില്യത്തെയും തകർച്ചയെയുമാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ എലിയുടെ ശബ്ദം പൊള്ളയായ പ്രതലത്തിലൂടെ ഓടുമ്പോഴുണ്ടാകുന്ന ശബ്ദമാണ്. ആ എലികൾ എന്ന് പറയുന്നത് തന്നെ ഇതുപോലെ മാലിന്യത്തിന്റെയും രോഗങ്ങളുടെയും ഒക്കെ പ്രതീകമാണ്. ഇനി പൊള്ളയായിട്ടുള്ള ഒരു പ്രതലത്തിലൂടെ തകർന്ന ലോകത്തെയാണ് ഈ ബ്രോക്കൺ ഗ്ലാസ് സൂചിപ്പിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. അപ്പൊ ഇതിലിങ്ങനെ നിറച്ചു വെച്ചിരിക്കുന്നത് സ്റ്റഫ്ഡ് മെൻ എന്ന് പറഞ്ഞല്ലോ, നിറച്ചു വെച്ചിരിക്കുന്ന എന്താണ്? അർത്ഥശൂന്യമായ സ്വപ്നങ്ങളാണ്. ആധുനികതയുടെ ഒരു സവിശേഷത, മറ്റൊരു സവിശേഷത അതാണ് അർത്ഥശൂന്യമായ സ്വപ്നങ്ങൾ. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ജീവിതം വളരെ വിശാലമാണ്, വലുതാണ് എന്ന് നമ്മൾ കരുതുന്നു. പക്ഷെ അതേസമയം കൂടുതൽ ഇടുങ്ങിയതായിട്ട് നമുക്ക് അനുഭവപ്പെടും. അതാണ് സംഭവിക്കുന്നത്. വമൻ അഅറദ അൻ സിക്രി ഫഇന്ന ലഹു മഈശത്തൻ ലങ്കൻ എന്നാണ് ഖുർആൻ. മഈശത്തൻ ലങ്കൻ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എ ലൈഫ് ഓഫ് നാരോസ്കോപ്പ് എന്നാണ്, ഈ ഇടുങ്ങിയ ഒരു സംഭവമായിട്ട്. ഫഇന്ന ലഹു മഈശത്തൻ ലങ്കൻ. ആരാണോ നമ്മുടെ ഉത്ബോധനത്തെ അവഗണിക്കുന്നത്, അതിൽ നിന്ന് പിന്തിരിഞ്ഞു കളയുന്നത്, നമ്മുടെ ഉത്ബോധനത്തോട് പിന്തിരിഞ്ഞു കളയുന്നവരുണ്ടല്ലോ, അവർക്കുള്ള മഈശത്ത്, അവരുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ ഇടുങ്ങിയതായിരിക്കും എന്ന് ഖുർആൻ പറയുന്നു. അതുപോലെ അതിനെ മറികടക്കാൻ എന്താണ് വഴി? നമ്മുടെ ജീവിതത്തെ വിശാലമാക്കാൻ, ഉള്ളിൽ ഈ പറയുന്നത് പോലെ ഒന്നിനും കൊള്ളാത്ത ചവറുകൾ നിറക്കുന്നതിന് പകരം ഉള്ളിൽ ചൈതന്യം നിറക്കാൻ എന്ത് ചെയ്യണം? അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിസിക്രില്ല, അല്ലാഹുവിന്റെ സിക്ർ മനസ്സിൽ നിറക്കുക എന്നാണ് പറയുന്നത്. തത്മഇന്നു ഖുലൂബുഹും ബിസിക്രില്ല, അല്ലാഹുവിനെ കുറിച്ചുള്ള സിക്റിനാൽ ശാന്തി നേടിയിട്ടുള്ള പ്രശാന്തമായിട്ടുള്ള മനസ്സ്. അലാ ബിസിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. നിങ്ങളുടെ മനസ്സ് നിറയണമെങ്കിൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള സിക്ർ മാത്രമേ അതിന് പരിഹാരം. ശരിയായ രീതിയിൽ നിറയണമെങ്കിൽ, നിങ്ങൾ അനുഭവിക്കുന്ന ശൂന്യത ഇല്ലാതാകണമെങ്കിൽ, നിങ്ങൾക്ക് ജീവിതത്തിലൊരു അർത്ഥം, മീനിങ് യഥാർത്ഥത്തിൽ ഉണ്ടാവണമെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ അത് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുക എന്നത് മാത്രമാണ് പരിഹാരം എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. എന്തായിരുന്നാലും ഈ അർത്ഥത്തിൽ ഇവിടെ സൂചിപ്പിച്ചു, പൊള്ളയായിട്ടുള്ള സ്വപ്നങ്ങൾ നിറക്കുകയാണ്, മിഥ്യയായിട്ടുള്ള അല്ലെങ്കിൽ അർത്ഥശൂന്യമായിട്ടുള്ള സ്വപ്നങ്ങൾ നിറക്കാണ്. അതിൽ നിന്നാണ് രണ്ടാമത്തെ പ്രതിസന്ധി വരുന്നത്. അത് ഉപഭോഗ സംസ്കാരമാണ്. മനുഷ്യന്റെ കവിഞ്ഞ ഉപഭോഗ ശീലം അല്ലെങ്കിൽ ഒരു കൺസ്യൂമർ കൾച്ചർ സർവനാശത്തെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട, ഗൗരവത്തോട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സർവനാശത്തിന് പറയുന്ന 3-4 അടയാളങ്ങൾ ഉണ്ടല്ലോ, അത് വളരെ പ്രധാനമാണ്. അതിലൊന്ന്, ദാസി യജമാനനെ പ്രസവിക്കുന്ന, ബന്ധങ്ങൾ കീഴ്മേൽ മറിയും, ബന്ധങ്ങൾ കീഴ്മേൽ മറിയും. മാതാപിതാക്കൾ മക്കൾ, ഇതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും മൗലികമായ ബന്ധം. ലോകത്തോടുള്ള ബന്ധം നമ്മൾ ആരംഭിക്കുന്നത് തന്നെ പൊക്കിൾക്കൊടിയിൽ നിന്നാണല്ലോ നമ്മുടെ ജീവിതം ആരംഭിക്കുന്നത്. പൊക്കിൾക്കൊടിയിൽ നിന്നാണ് ജീവിതം ആരംഭിക്കുന്നത്. മനുഷ്യൻ പൊക്കിൾക്കൊടിയെ കുറിച്ച് ചിന്തിച്ചാൽ ഈ ലോകത്ത് ഒരു കുഴപ്പം ഉണ്ടാവില്ല എന്ന് വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു ഡോക്യുമെന്ററി സിനിമയിലാണ് അദ്ദേഹം പറയുന്നത് അതാണ്. മനുഷ്യൻ എപ്പോഴും പൊക്കിളിലേക്ക് നോക്കിക്കൊണ്ടേയിരുന്നാൽ മതി, എന്നിട്ട് അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരുന്നാൽ. ഈ പൊക്കിൾ എന്ന് പറഞ്ഞാൽ ഗർഭപാത്രത്തിലേക്കുള്ള റൂട്ടാണ്. ഗർഭപാത്രം എന്ന് പറയുമ്പോൾ കാവാലത്തിന്റെ ഒരു പാട്ടുണ്ടല്ലോ, നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു, പാതിമയ്യായ പിതാവിനോ പാതിമയ്യായ മാതാവിനോ പിന്നെയും 10 മാസം ചുമന്നെന്നെ ഞാൻ ആക്കിയ ഗർഭപാത്രത്തിനോ. അപ്പൊ ഗർഭപാത്രത്തിലേക്കുള്ള ഒരു കണക്ഷനാണ്, അമ്മയിലേക്കുള്ള ഒരു കണക്ഷൻ. അപ്പോൾ ആ മാതാപിതാക്കളും മക്കളും, അമ്മ പ്രസവിക്കുന്നത് യജമാനനെ ആവുക, ദാസി യജമാനനെ പ്രസവിക്കുക എന്ന് പറയുന്നതിനേക്കാൾ ബന്ധങ്ങളുടെ അട്ടിമറിക്ക് മറ്റൊരു മെറ്റഫർ സാധ്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. പിന്നെ പറയുന്നത് നഗ്നപാതരും അതുപോലെ നഗ്നരും പാദരക്ഷ ധരിക്കാത്തവരുമായിട്ടുള്ള ആളുകൾ ജനങ്ങളുടെ നേതാക്കന്മാരാവുക എന്ന് പറഞ്ഞാൽ കൊള്ളരുതാത്ത നേതാക്കന്മാരുണ്ടാവുക, ജനങ്ങളോട് പ്രതിബദ്ധതയില്ലാത്ത, പടച്ചോനെ പേടിയില്ലാത്ത, ധാർമ്മികതയില്ലാത്ത, യാതൊരു തരത്തിലുള്ള ധാർമ്മികതയും ഇല്ലാത്ത ആളുകൾ ജനനേതാക്കന്മാർ, ഭരണകർത്താക്കളും മറ്റുമൊക്കെയായി വരിക. ഇതാണ് സർവനാശത്തിന്റെ രണ്ടാമത്തെ അടയാളം. മൂന്നാമത് പറയുന്നത്, സാധാരണക്കാരായ മനുഷ്യര് വലിയ കെട്ടിടങ്ങൾക്ക് വേണ്ടി മത്സരിക്കുക, നല്ല വീടുണ്ടാക്കുക, ആളെ പേടിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടാ. താമസിക്കാൻ ഇത്രയും ഭയങ്കര ഇതിന്റെ ആവശ്യമൊന്നുമില്ല യഥാർത്ഥത്തിൽ.
താമസിക്കാൻ നമ്മളൊക്കെ എത്ര ചെറിയ വീടാണെങ്കിലും വലിയ വീടാണെങ്കിലും അതിനകത്ത് നടക്കുന്നതൊക്കെ ഒന്ന് തന്നെയാണ്. ആളുകൾ പിന്നെ രാവിലെ ഉറക്കമുണരുന്നു, ഭക്ഷണം കഴിക്കുന്നു, പിന്നെ ജീവിതത്തിൽ ആവശ്യമായ മറ്റു സംഗതികളൊക്കെ ചെയ്യുന്നു, കിടന്നുറങ്ങുന്നു. ഇതൊക്കെ തന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുള്ളൂ ഈ പൊരന്റെ അകത്ത്. അതൊരു ജസ്റ്റ് ഒരു സേഫ്റ്റി മാത്രമാണ്, ഒരു മേൽക്കൂര മാത്രമാണ്. പക്ഷെ അതേസമയം അതിന്റെ മേൽ നമ്മൾ തൊങ്ങലുകൾ പിടിപ്പിക്കുന്നത് ആളുകളെ പേടിപ്പിക്കാനാണ്, ആളുകളെ ആകർഷിക്കാനല്ല. യഥാർത്ഥത്തിൽ ഒരു സൗന്ദര്യബോധവുമല്ല, ധാരാളിത്തം പ്രകടിപ്പിക്കുക. തകാസുർ എന്ന് പറയുമ്പോൾ അതും പെടും. അതാണ് അൽഹാഖുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ എന്ന് ഖുർആൻ പറയുന്ന ആ തകാസുർ ഉണ്ടല്ലോ, അതിൽ ഈ പരസ്പരമുള്ള മത്സരവും പെടും. അപ്പോഴങ്ങനെ ആളുകളെ പേടിപ്പിക്കാൻ വേണ്ടി വലിയ വലിയ വീടുകൾ ഉണ്ടാക്കുക, വലിയ വലിയ കൊട്ടാരങ്ങൾക്ക് വേണ്ടി പരസ്പരം മത്സരിക്കുക, ഇത് സർവനാശത്തിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഈ അവസാനം പറഞ്ഞത് ഈ ഉപഭോഗശീലം മനുഷ്യനെ നശിപ്പിക്കുന്ന, ഡീഹ്യൂമനൈസ് ചെയ്യുന്ന, അത് കൺസ്യൂമർ കൾച്ചർ എന്ന് മാത്രമല്ല, അതിന്റെ ഒരു ഡിഹ്യൂമനൈസിങ് പവർ ഉണ്ട്. അമാനവീകരിക്കാൻ അതിനുള്ള ഒരു ശേഷിയുണ്ട്. മനുഷ്യനെ മനുഷ്യനല്ലാണ്ടാക്കി തീർക്കുക. ഇവിടെ യഥാർത്ഥത്തിൽ സകലതും വിറ്റഴിക്കുന്നു. അർത്ഥശൂന്യമായ സ്വപ്നങ്ങൾ ചവറ്റുവീപ്പയിൽ ഇങ്ങനെ നിറക്കുന്നത് പോലെ നമ്മൾ ഇതിങ്ങനെ നിറച്ചു തന്നിട്ട്, അത് ശരിക്കും പറഞ്ഞാൽ ഈ ദജ്ജാലിന്റെ മെറ്റഫറൊക്കെ അതാണെന്ന് തോന്നുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ഒരു കയ്യിൽ സ്വർഗവും മറുകയിൽ നരകവും ഒക്കെ ആയിട്ട് വലിയൊരു ലോകം തന്നെ തരുന്നൊരു സാധനം എന്നാണല്ലോ പ്രവാചകൻ പറഞ്ഞത്. അന്ത്യനാളിന്റെ അടയാളമായിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ സർവനാശത്തിന്റെ അടയാളമായിട്ട് തന്നെയാണ് അതും പറയുന്നത്. മാരകമായ വർത്തമാനങ്ങളാൽ നിങ്ങളെ വഴിതെറ്റിക്കുന്ന ഒരു സ്വത്തോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഐഡിയോളജി, ഇങ്ങനെയൊക്കെ കണക്കാക്കാം നമുക്കതിനെ. അങ്ങനെ കണക്കാക്കുമ്പോൾ ഇന്നത്തെ ഉപഭോഗ സംസ്കാരം നമുക്ക് എത്ര വലിയ സാധ്യതകളാണ് തുറന്നു തരുന്നത് എന്ന് പ്രദേശത്തിൽ തോന്നും. മാത്രമല്ല അവിടെ പിന്നെ കുലാമിൻഹ റഗദൻ ഹൈസു ശിതുമ എന്നല്ല പറഞ്ഞെടുത്തുമ്പോൾ വരെ ഉള്ളൂ. ലാ തഖറബഹാ ഷജറ അവിടെ ഇല്ല. ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അത്ര വരെ പോയാൽ മതി, അതിനപ്പുറം പോകണ്ട എന്ന് പറയുന്നൊരു വിലക്കില്ല. തുറന്നൊരു ലോകമാണ്, അതല്ലേ സ്വർഗം. അപ്പോഴങ്ങനെ ഒരു സ്വർഗത്തിലേക്ക് നമ്മളെ നയിക്കുന്നു, ഉപഭോഗത്തിന്റെ സ്വർഗത്തിലേക്ക്. അതിലൂടെ എന്താണ് സംഭവിക്കുന്നത്? ബന്ധങ്ങളും ആത്മീയതയും ഐഡന്റിറ്റികളും പോലും വിൽപ്പനക്ക് വെക്കുകയാണ്. ധാർമ്മികതയെയും ദൗത്യത്തെയും ഒക്കെ ഡീകൺസ്ട്രക്ട് ചെയ്യണം. എങ്ങനെയാണ് നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത്, നമ്മുടെ ദൗത്യം എന്താണ്, ഉത്തരവാദിത്വം എന്താണ്, നമ്മുടെ എത്തിക്സ് എന്തായിരിക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള സകല വിചാരങ്ങളെയും തകർക്കുന്ന സ്വഭാവത്തിലുള്ള പരസ്യങ്ങൾ. ഉൽപാദനക്ഷമതയേക്കാൾ നമുക്ക് വിശ്വസനീയമാണ് ബ്രാൻഡിങ്. ശരിയായിട്ടുള്ള ഒരു പ്രൊഡക്ടിവിറ്റിയേക്കാൾ ഇന്ന് ബ്രാൻഡിങ്ങിനാണ് പ്രാധാന്യമുള്ളതെന്ന് കാണാൻ സാധിക്കും. മനുഷ്യൻ പോലും അളക്കപ്പെടുന്നത് ബ്രാൻഡിങ്ങിലാണ് എന്ന് കാണാൻ കഴിയും. മൊത്തത്തിൽ പറഞ്ഞാൽ ദ വേൾഡ് ബിക്കംസ് എ കമോഡിറ്റി, നോട്ട് എ കമ്മ്യൂണിറ്റി. ലോകം തന്നെ ഒരു കമ്മ്യൂണിറ്റി ആയിട്ടല്ല, മറിച്ച് കമ്മോഡിറ്റി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള അവസ്ഥ വന്നു. ഇപ്പൊ പ്രവാചകൻ ഭൗതിക ജീവിതത്തെ സംബന്ധിച്ച് കുറെ നെഗറ്റീവായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് വെറുതെ ജീവിതത്തെ അപലപിക്കുകയല്ല, ഭൗതികത വേണ്ടാന്നൊന്നും പറഞ്ഞിട്ടില്ല. അതിനെ ദൈവിക മൂല്യങ്ങൾക്ക് കീഴിൽ പുനഃക്രമീകരിക്കാനാണ് പ്രവാചകൻ ശ്രമിച്ചത് എന്ന് കാണണം. പ്രവാചകൻ ശ്രമിച്ചത് ദൈവിക മൂല്യങ്ങൾക്ക് കീഴിൽ അതിനെ പുനഃക്രമീകരിക്കാനാണ്, അല്ലാതെ ഒന്നും വേണ്ടാന്ന് പറയാനല്ല. അൽഹാമുത്തക്കാസുർ, അവിടെ തക്കാസുർ എന്ന് പറയുന്നത് ഭൗതിക വിഭവങ്ങൾക്ക് വേണ്ടിയുള്ള പരസ്പര മത്സരവും നേടിയെടുക്കുന്നത് പൊങ്ങച്ച ബോധത്തോടുകൂടി പ്രദർശിപ്പിക്കാനുള്ള ഒരു ത്വരയുമാണ്. അതല്ലാതെ അത് ഉപയോഗിക്കുക, അത് അനുഭവിക്കുക എന്നത് ഒരു തെറ്റായിട്ട് വിശുദ്ധ ഖുർആൻ എവിടെയും പറയുന്നില്ല എന്ന് മനസ്സിലാക്കേണ്ടതാണ്. അവരങ്ങനെ ഈ ലോകത്തുള്ള ജീവിതം എന്താണ് എന്ന് വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. അവിടെയാണ് അന്നമൽ ഹയാത്ത് ദുനിയ, ലൗകിക ജീവിതം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആസ്വദിക്കാനുള്ളത് തന്നെയാണ്, പക്ഷെ ഓർമ്മ വേണം. അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ ലഇബും വ ലഹുവും വ സീനത്തുൻ, അത് യഥാർത്ഥത്തിൽ കേവലം വിനോദവും തമാശയും അതോടൊപ്പം അലങ്കാരവും മാത്രമാണ്. തമാശ വേണ്ടാന്നൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ തമാശയാണെന്ന് മനസ്സിലാക്കണം. കേവല വിനോദവും തമാശയും അലങ്കാരവും മാത്രമാകുന്നു. ബൈനക്കും, നിങ്ങൾക്കിടയിലുള്ള പരസ്പര മത്സരവും ഫിൽ അംവാലി വൽ ഔലാദ്, മക്കളുടെയും സമ്പത്തിന്റെയും കാര്യത്തിൽ മികച്ചു നിൽക്കുവാനുള്ള ഒരു ത്വരയും മാത്രമല്ലാതെ വേറൊന്നുമല്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇനി മൂന്നാമതൊരു പ്രശ്നം, ഈ ലോകത്തിന്റെ പ്രശ്നം എടുത്തു കഴിഞ്ഞാൽ അത് അനീതിയും വംശീയതയും അരക്ഷിതാവസ്ഥയും മറ്റുമൊക്കെയാണ്. നമുക്ക് ഈ ലോകത്തുള്ള പോലീസ് ക്രൂരത, ഭരണകൂടങ്ങളുടെ നിലപാട്, ജാതി അക്രമങ്ങൾ, അതുപോലെ തന്നെ പലയിടത്തും മ്യാൻമർ മുതൽക്ക് ഗസ വരെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒക്കെ കാണുന്ന വംശീയമായിട്ടുള്ള ഉന്മൂലനങ്ങൾ, ഇതൊക്കെ കൂടി ഈ ലോകത്ത് എന്താണ് സൃഷ്ടിച്ചിരിക്കുന്നത്? അതേസമയം പ്രവാചകൻ എന്ത് ചെയ്യും? പ്രവാചകൻ എന്താണ് യസ്രിബിൽ ചെയ്തത്? യസ്രിബിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയതോടുകൂടി കാലങ്ങളായിട്ട്, പതിറ്റാണ്ടുകളായിട്ട് അവിടെ നിലനിന്നിരുന്ന ഔസ് ഖസ്റജ് ഗോത്രങ്ങളുടെ
തലമുറകളോളം രക്തം ചൊരിഞ്ഞു നിന്നിരുന്ന പരസ്പര വിദ്വേഷവും പോരാട്ടവും സ്വിച്ചിട്ട പോലെ നിന്നു. അതവിടെ അവസാനിക്കുകയാണ് ചെയ്തത്. പ്രവാചകൻ പോകുമ്പോഴേക്ക് അവിടെ സമാധാനം സ്ഥാപിതമാവുകയാണ് ചെയ്തത് എന്ന് കാണാൻ സാധിക്കും. അവിടെ എല്ലാ അർത്ഥത്തിലുമുള്ള ഇത്തരത്തിലുള്ള വംശീയത, അവിടെ ഒരു മാനവികത സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നീതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഖുർആന്റെ ഉത്ബോധനങ്ങൾ, നീതിയുമായിട്ട് നിങ്ങൾ നീതിയുടെ ധ്വജവാഹകരായി, നീതിക്ക് വേണ്ടി ഉറച്ചു നിലകൊള്ളുന്നവരായിട്ട് മാറണം എന്ന് വിശുദ്ധ ഖുർആൻ ഉത്ബോധനം ചെയ്യുന്നത്. ലാ യജ്രിമന്നക്കും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു ഇഅ്ദിലു ഹുവ അഖറബു ലിത്തഖ്വ എന്നാണ്. ഒരു ജനതയ്ക്ക് നിങ്ങളോടുള്ള ശത്രുത പോലും അവരോട് അനീതി കാണിക്കാൻ നിങ്ങൾക്ക് കാരണമാകരുത്. നീതിയാണ് തഖ്വയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് എന്ന് ഖുർആൻ പറയുന്നു. അതോടൊപ്പം എല്ലാ വംശീയ ബോധങ്ങളെയും നിരാകരിക്കുകയും ചെയ്യുന്നു. ഇന്നാ ഖലഖനാകും മിൻ സകരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വ ഖബായില ലിതആറഫു. നിങ്ങൾക്കിടയിലുള്ള ഇത്തരം വൈവിധ്യങ്ങളെല്ലാം തന്നെ പരസ്പരം മനസ്സിലാക്കാൻ വേണ്ടിയാകുന്നു. അതിനപ്പുറം നിങ്ങൾ എല്ലാവരും ഒരുപോലെ ജനിക്കുന്നവരാണ്. ആ അർത്ഥത്തിൽ നിങ്ങൾ എല്ലാവരും സമന്മാരാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പ്രവാചകൻ ഇന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഇത്തരം സിസ്റ്റങ്ങളെ തകർക്കുന്നവരെ വളരെ കൃത്യമായിട്ട് വെരിലി ഹി വുഡ് നെയിം ദ ഒപ്രസേഴ്സ്. ആരാണ് അടിച്ചമർത്തൽ ശക്തികളെ വളരെ കൃത്യമായിട്ട് നമുക്ക് കാണിച്ചു തരുമായിരുന്നു. പേരറിയുക എന്നുള്ളതിന് വളരെ പ്രാധാന്യമുണ്ട്. അതെന്താണെന്ന് തിരിച്ചറിയുക. വളരെ റംബൽസ്റ്റിൽസ്കിന്റെ കഥ പോലെയാണ്. റംബൽസ്റ്റിൽസ്കിൻ രാജ്ഞിയോട് ആവശ്യപ്പെട്ടത് ഒന്നുകിൽ നിന്റെ കുട്ടിയെ എനിക്ക് തരണം, അല്ലെങ്കിൽ ഞാൻ ആരാണ്, എന്റെ പേരെന്താണെന്ന് നീ പറയണം എന്നാണ്. പേര് പറഞ്ഞാൽ കുട്ടി രക്ഷപ്പെടും. കുട്ടിയെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ കുട്ടിയെ ആ ആളിന്റെ അല്ലെങ്കിൽ ആ ഒരു മുതലാളിത്തത്തിന്റെ ആ ഒരു പവറിന്റെ ആ ഒരു വംശീയതയുടെ ബൗദ്ധികമായ അടിമത്തത്തിന് കീഴിലേക്ക് വിട്ടുകൊടുക്കുക എന്നാണ് അതിന്റെ അർത്ഥം. തലമുറകളോട് ഇന്നത്തെ ഇത്തരം ശക്തികളൊക്കെ നമ്മളോട് ആവശ്യപ്പെടുന്നതും അതാണ്, നമ്മുടെ തലമുറകളെ അതിനങ്ങോട്ട് കൊടുക്കാൻ. അതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കൺസ്യൂമർ സംസ്കാരവും ഒക്കെ നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് എന്നും കാണേണ്ടതാണ്. അപ്പോഴങ്ങനെ നമ്മളല്ലാതാക്കി മാറ്റാൻ, അവരുടെ കേവലം അടിമകൾ മാത്രമാക്കി മാറ്റാൻ, എന്നാൽ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ, അതുകൊണ്ട് നിനക്ക് രക്ഷപ്പെടാനുള്ള വഴി എന്റെ പേര് പറയണം. പേരൊരു കുഴപ്പം പിടിച്ച പേരാണ്. അതാണ് ഇവിടെ പറഞ്ഞ റംബൽസ്റ്റിൽസ്കിൻ. ദുനിയാവിൽ അതിനു മുമ്പായിരിക്കും ആ പേരില്ല, അതിന് ശേഷവും ആ പേരില്ല. ഈ പേരവസാനം രാജ്ഞി കണ്ടെത്തുന്നത് ചെറുപ്പക്കാരായ കുറച്ച് പോരാളികളുടെ സഹായത്തോടു കൂടിയാണ്. ചെറുപ്പക്കാരായ പോരാളികൾ എന്ന് പറയുമ്പോൾ ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദ എന്ന് പറഞ്ഞ പോലെയാണ്. അവരൊരു കൂട്ടം ചെറുപ്പക്കാരായിരുന്നു. അവരവരുടെ റബ്ബിൽ വിശ്വസിച്ചപ്പോൾ അവർക്ക് അവരുടെ സന്മാർഗം വർദ്ധിപ്പിച്ചു കൊടുത്തു. പടച്ചോൻ ഇത് കാമു എഴുന്നേറ്റ് നിന്നപ്പോൾ അവരുടെ മനസ്സിനെ നാം കരുത്തുള്ളതാക്കി കൊടുത്തു, അതിനങ്ങോട്ട് ശക്തി കൊടുത്തു, അവരുടെ ഈമാൻ അങ്ങോട്ട് വർദ്ധിപ്പിച്ചു കൊടുത്തു, അവർക്ക് ഹിദായത്ത് അങ്ങോട്ട് തുറന്നു കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. അവിടെയൊക്കെ ചെറുപ്പക്കാർ എന്ന വിശേഷണം വിശുദ്ധ ഖുർആൻ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കും. നാലാമത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് വിച്ഛേദനമാണ്, ഡിസോസിയേഷൻ എന്നൊക്കെ പറയാം. പറഞ്ഞാൽ റൂമിയുടെ പുല്ലാങ്കുഴലിന്റെ കഥ അതാണല്ലോ. റൂമിയുടെ അല്ലെങ്കിൽ പുല്ലാങ്കുഴൽ അത് ഇപ്പറയുന്ന ഈറ്റക്കാട്ടിൽ നിന്ന് പറിച്ചെടുക്കപ്പെട്ടതിന്റെ വേദനയാണ് അതിലൂടെ സംഗീതമായിട്ട് വരുന്നത് എന്ന് പറയുമ്പോൾ, എപ്പോഴും അതിന്റെ സോഴ്സിലേക്ക് തിരിച്ചു പോവുക എന്ന് പറയുമ്പോൾ വിച്ഛേദിക്കപ്പെട്ടതിലുള്ള സങ്കടമാണ്. ഇന്നത്തെ ലോകത്തെ മനുഷ്യന്റെ എല്ലാ പ്രശ്നങ്ങളും അത് തന്നെയാണല്ലോ. നമ്മൾ പരസ്പരം അറിയുന്നില്ല, നമ്മൾ നമ്മുടെ ചുറ്റുപാടുകളെയും പ്രകൃതിയെയും അറിയുന്നില്ല, നമ്മൾ നമ്മളെ തന്നെ അറിയുന്നില്ല, നമ്മുടെ ജീവിതം തന്നെ എന്താണ് തിങ്സ് ഫോൾ അപ്പാർട്ട്. ചിനു അച്ചേബയുടെ ഒരു നോവലിന്റെ പേരാണ് തിങ്സ് ഫോൾ അപ്പാർട്ട്. എല്ലാം അങ്ങോട്ട് ശിഥിലമായിരിക്കുന്നു, എല്ലാം അങ്ങോട്ട് ശിഥിലമായിരിക്കുന്നു. ഈറ്റ്സിന്റെ ഒരു കവിതയുണ്ട് കേട്ടോ, സെക്കൻഡ് കമ്മിങ് എന്ന് പറഞ്ഞിട്ട്, തിങ്സ് ഫോൾ അപ്പാർട്ട്, ദ സെന്റർ കനോട്ട് ഹോൾഡ്. ഒന്നിനെയും പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല, എല്ലാം അങ്ങോട്ട് ശിഥിലമാകുന്നു. മിയർ അനാർക്കി ഈസ് ലൂസ്ഡ് അപ്പോൺ ദ വേൾഡ്. ലോകത്തിന് മേൽ ഒരുതരം അനാർക്കിസം, ഒരുതരം അരാജകത്വം അങ്ങോട്ട് അടിച്ചു വിട്ടിരിക്കുകയാണ്. എല്ലാവർക്കും അവരവർക്ക് തോന്നിയതുപോലെ. ഇത് യഥാർത്ഥത്തിൽ ഒരു സമാധാനം ഉണ്ടാക്കൂല, ഒരു ഭദ്രതയും ഉണ്ടാക്കൂല എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ ആധുനിക മനുഷ്യന്റെ പ്രശ്നങ്ങളെ വിശകലനം ചെയ്തു കഴിഞ്ഞാൽ നമ്മളിൽ എത്രത്തോളം ഇതിന്റെ ഒക്കെ ബാധയുണ്ട് എന്നുള്ളതും തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. എന്നാൽ ഇതിൽ നിന്നെല്ലാം തന്നെ നമ്മളെ മോചിപ്പിച്ചുകൊണ്ട് ശരിയായിട്ടുള്ള ഒരു ഹിദായത്ത്, ഇൻഷാ അല്ലാഹ് അതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് നമുക്ക് പിന്നീട് പോകാം. ആ ഒരു ഹിദായത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുക എന്നുള്ളതായിരുന്നല്ലോ പ്രവാചകന്മാരുടെ ദൗത്യം. നമുക്ക് വേണ്ടത് എന്താണ് എന്നത് പ്രവാചകന്മാരിൽ നിന്ന് കണ്ടെത്താൻ നമുക്ക് സാധിക്കണം. ഇതാണ് പ്രവാചകന്മാരുടെ അനുയായികൾ എന്ന നിലക്ക് നമ്മൾ കാണിക്കേണ്ടത്. നമുക്ക് വേണ്ടത് എന്താണോ അത് പ്രവാചകന്മാരിൽ നിന്ന് കണ്ടെത്താൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുകയും നിർവഴിയിൽ നയിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ.